നമസ്കാരം. വഴിതെറ്റുന്ന വാക്കുകളും വിവാദങ്ങളും. ശ്രദ്ധ പിടിച്ചു പറ്റാനായി ചിലർ ബോധപൂർവം വിവാദങ്ങൾ അഴിച്ചുവിടാറുണ്ട്. മറ്റു ചിലത് വേണ്ടത്ര ആലോചനയില്ലാതെ പെട്ടെന്ന് നടത്തുന്ന പ്രതികരണങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളുമാകാം. സംഗതി കുഴപ്പമായത് കണ്ടാൽ നാക്കുപിഴയെന്ന് പറഞ്ഞോ മാപ്പ് അപേക്ഷിച്ചോ ചിലർ തലയൂരും. മറ്റു ചിലരാകട്ടെ വാക്ക് വളച്ചൊടിച്ചെന്നും മാധ്യമ സൃഷ്ടിയെന്നുമൊക്കെ പറഞ്ഞ് തടിതപ്പാൻ നോക്കും. എന്നാൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ഉത്തരവാദിത്തത്തോടെ സംസാരിക്കുന്നവരെന്ന് നാം കരുതുന്നവരുമായ ചിലർ ഇത്തരം നാക്കുപിഴ വരുത്തുമ്പോൾ ജനം മൂക്കത്ത് വിരൽ വയ്ക്കും. ചില ആദരണീയ വ്യക്തിത്വങ്ങളുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴും. സംഗീതജ്ഞൻ രമേശ് നാരായണനും കഴിഞ്ഞ ദിവസം ഇത്തരമൊരു വിവാദത്തിൽ കുടുങ്ങി. പക്ഷേ അതിൽ ഇരയായ നടൻ ആസിഫ് അലിയുടെ വിവേകപൂർണമായ പ്രതികരണവും തുടർന്നുള്ള നിലപാടുകളും മാതൃകാപരമായി. MTയുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു ചടങ്ങിലാണ് വിവാദത്തിനിടയാക്കിയ സംഭവമുണ്ടായത്. അവതാരകയായ നടിക്കുണ്ടായ ഒരു പിഴവാണ് തുടക്കം. അത് അവർ അപ്പോൾ തന്നെ തിരുത്തുകയും ബന്ധപ്പെട്ടവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ആ വിഷയം മാധ്യമങ്ങളിൽ വാർത്തയായി. നവമാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു. വിഷയം അത് ഉദ്ദേശിക്കാത്ത തലത്തിലേക്ക് പോയി. ആസിഫ് അലിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് വിമർശനമുയർന്നു. ഒരു വിഷയം കിട്ടാൻ നോക്കിയിരുന്ന നവമാധ്യമ വിശാധരന്മാരെല്ലാം രംഗത്തിറങ്ങി. ഇതോടെ രമേശ് നാരായണനും ആസിഫ് അലിയും ഫോണിൽ സംസാരിച്ച് തെറ്റിദ്ധാരണകൾ നീക്കിയെങ്കിലും ചിലർക്ക് മതിയായില്ല. സൈബർ ആക്രമണം തുടർന്നു. ആസിഫ് അലി തന്നെ രംഗത്തെത്തി അനാവശ്യ വിവാദം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിദ്വേഷ പ്രചാരണത്തിന്റെ തലത്തിലേക്ക് പോലും വിഷയം വളരുമെന്ന സ്ഥിതി എത്തിയിരുന്നു. രമേശ് നാരായണന്റെ പെരുമാറ്റത്തിൽ തനിക്ക് പരിഭവമോ വിഷമമോ ഉണ്ടായില്ലെന്ന് ആസിഫ് അലി വ്യക്തമാക്കി. പ്രത്യേകമായൊരു അവസ്ഥയിൽ പ്രതികരിക്കേണ്ടി വന്നതിനെ കുറിച്ച് താൻ ആസിഫ് അലിയോട് സംസാരിച്ചെന്നും അദ്ദേഹം അത് മനസ്സിലാക്കിയെന്നും അതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും രമേശ് നാരായണനും പ്രതികരിച്ചു. ഏതായാലും രമേശ് നാരായണനോട് ഫെഫ്ക മ്യൂസിക് യൂണിയൻ വിശദീകരണം തേടിയിട്ടുണ്ട്. അമ്മ ഉൾപ്പെടെ ചില സിനിമാ സംഘടനകൾ ആസിഫിന് പിന്തുണയുമായി എത്തി. ആട്ടിയകറ്റിയ ഗർഭിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം, അമ്മ ആസിഫിനൊപ്പം എന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് സമൂഹ മാധ്യമ പോസ്റ്റ് ഇട്ടത്. ഇത്തരം വിഷയങ്ങളിൽ ആവശ്യത്തിലധികം പ്രതികരിക്കുന്നതും വിഷയം അനാവശ്യ തലങ്ങളിലേക്ക് പോകുന്നതിന് ഇടയാക്കും. ചില കലാകാരന്മാരുടെ ധാർഷ്ട്യവും പെരുമാറ്റ മര്യാദയില്ലായ്മയും പ്രശസ്തമാണ്. ചില ചടങ്ങുകൾ അലങ്കോലമാക്കാൻ അവരുടെ സാന്നിധ്യം തന്നെ ധാരാളമാകും. അവരുടെ സ്വഭാവ രീതി എന്ന് പറഞ്ഞ് പലരും മുൻകൂർ ജാമ്യം തേടാറുണ്ട്. എന്നിരുന്നാലും പൊതുസമൂഹവുമായി ഇടപെടുമ്പോൾ കുറെയൊക്കെ സംയമനം പാലിക്കേണ്ടതുണ്ട്. ജനങ്ങളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഏത് കലാകാരനെയും ജനകീയനാക്കുന്നത്. ജനകീയത പൊതുപ്രവർത്തകർക്ക് മാത്രമല്ല ഉണ്ടാകേണ്ടത്. അത് അഭിഭാഷകനും ഡോക്ടർക്കും അധ്യാപകർക്കും ആത്മീയ നേതാക്കൾക്കും കലാകാരന്മാർക്കും ഒക്കെ ഉണ്ടാകണം. അതൊരു വെച്ചുകെട്ടാകരുത്. പഴയ കാലത്തെ ചില ഡോക്ടർമാരെ ജനകീയ ഡോക്ടർമാർ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ അവരുടെ കഴിവുകൾ സാധാരണ മനുഷ്യർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുകയും രോഗിയോട് കരുണയോടെ ഇടപെടുകയും ചെയ്യുക മാത്രമാവും അവർ ചെയ്യുക. പക്ഷെ അതിന് വലിയ പ്രതികരണമാണ് ഉണ്ടാവുക. ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് കേരളത്തിൽ നിസ്തുല സംഭാവന നൽകിയ ഡോക്ടർ MS വെല്ലിത്താനെ പോലെയുള്ളവർ എത്രയോ പേരുടെ ഹൃദയത്തിലാണ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. ഇന്ന് 1-ാം ചരമവാർഷികം ആചരിക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കേരളം എങ്ങനെയാണ് കാണുന്നതെന്ന് തന്നെ പൊതുപ്രവർത്തകരുടെ ജനകീയതയുടെ മകുടോദാഹരണമാണ്. വ്യക്തിപരമായ പല അധിക്ഷേപങ്ങളും ആക്രമണം പോലും നേരിടേണ്ടി വന്നപ്പോഴും അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കേരളം കണ്ടതാണ്. പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയവരുടെ ഹൃദയത്തിലും ആ ഓർമ്മകളാണ് തെളിയുന്നത്. വ്യക്തിപരമായ വിചിത്ര പെരുമാറ്റ രീതികൾ അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാക്കാനാവും. പക്ഷെ അത് പരിധി വിടുമ്പോഴും അവസരത്തിന് ചേരാത്തതാകുമ്പോഴുമാണ് അപകടം. വാക്കുകൾ വിലപ്പെട്ടതാണ്. പൊതുവേദിയിലെ പെരുമാറ്റം വലിയൊരു സദസ്സ് കാണുന്നുണ്ടെന്ന് ഓർക്കണം. വേദിയിലെ പ്രകടനം മാത്രമല്ല, വേദിക്ക് പുറത്തുള്ള പെരുമാറ്റവും പ്രധാനം തന്നെ. തലക്കനം ആരും വെച്ചു കൊടുക്കുന്ന കാലമല്ല ഇത്. അത് മനസ്സിലാക്കാൻ പൊതുപ്രവർത്തകരും സെലിബ്രിറ്റികളും തയ്യാറാവണം. നമസ്കാരം.